എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് വേക്കൻസി നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 65,800 രൂപ മുതൽ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളതും വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതുമായ തസ്തികയിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർഹരായവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമായ തസ്തിക കൂടിയാണിത്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സ്ഥിര നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്കാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 18 വൈകിട്ട് 5 മണി വരെയാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത നോക്കാം. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി 8 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ഗ്രാജുവേറ്റ് വിത്ത് JAIIB, അതായത് ജൂനിയർ അസോസിയേറ്റ് ഓഫ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കേഴ്സ്, അല്ലെങ്കിൽ BE or BTech വിത്ത് JAIIB or BE or BTech വിത്ത് MBA or LLB വിത്ത് JAIIB or LLB വിത്ത് MBA, അല്ലെങ്കിൽ അസോസിയേറ്റ് ഓർ ഫെലോ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ അസോസിയേറ്റ് ഓർ ഫെലോ മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതിൽ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ബാങ്കുകളിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഓഫീസർ കേഡറിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. എന്നാൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇവർ സെലക്റ്റഡ് ആയതിനു ശേഷം എക്സ്പീരിയൻസ് നേടിയാൽ മതി. ഇനി പ്രായപരിധി നോക്കാം. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സ് വരെയാണ്. 2026 മാർച്ച് 13 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. കൂടാതെ അർഹരായവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. OBC, മുസ്ലിം, ഈഴവ, ബില്ലവ, തീയ, LC, AI, വിശ്വകർമ്മ വിഭാഗത്തിന് 3 വർഷം വരെയും SC/ST വിഭാഗത്തിന് 5 വർഷം വരെയുമാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത്. ഈ വിജ്ഞാപന പ്രകാരം ഡെപ്യൂട്ടി മാനേജറുടെ പെർമനന്റ് പോസ്റ്റിലേക്കുള്ള 4 വേക്കൻസികളാണ് ഉള്ളത്. ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് 1, വിശ്വകർമ്മ വിഭാഗത്തിന് 1, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 2 എന്നിങ്ങനെയാണ് വേക്കൻസി റിസർവേഷൻ വന്നിട്ടുള്ളത്. ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ 65,800 രൂപ മുതൽ 1,25,200 രൂപ വരെയാണ്. കൂടാതെ നിയമപ്രകാരമുള്ള വിവിധ അലവൻസുകളും ലഭിക്കുന്നതാണ്. ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവയിലൂടെയാണ്. എക്സാമുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പിന്നീട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള പരീക്ഷകൾക്കും കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 18 വൈകിട്ട് 5 മണി വരെയാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഏപ്രിൽ 18 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.